മാധ്യമങ്ങൾ ഒരു സായനത്തിൽ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. നിരവധി വാർത്തകളും വിശേഷങ്ങളുമായി ഇനി ഒരു മണിക്കൂർ നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത, ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിലേക്ക് ആദ്യം പോകാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചു. തെളിവ് പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കി. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, വേടൻ ഒളിവിലായിരുന്നു. വേടനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുന്നത്? വേടൻ അനുകൂലമായി സാഹചര്യങ്ങൾ മാറിയത്? രേണുക, വേടനെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസം എന്ന് പറയാൻ കഴിയും. കാരണം ഇന്ന് ചില വാദങ്ങൾ പ്രധാനമായും ഈ കോടതി ഉന്നയിച്ചത് ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകുമെന്നായിരുന്നു പ്രധാനമായും കോടതി ചോദിച്ചത്. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന ഒരു കാര്യവും കോടതി പറയുകയും ചെയ്തു. എന്തായാലും വേടനെതിരെ മുൻപ് പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പരാതിക്കാരി പറഞ്ഞു. എന്തായാലും തൽക്കാലം വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. തൽക്കാലം വേടനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ വാദങ്ങൾ നടക്കേണ്ടതുണ്ട്. നാളെയും എന്തായാലും വാദം നടക്കും. ആ വാദത്തിന് ശേഷമായിരിക്കും അന്തിമ വിധി ഉണ്ടാകുക. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ വാർത്തകളെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നു കോടതിയിൽ. അപ്പോൾ കോടതിയുടെ മറുചോദ്യം, ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കഴിയുക? മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ മാത്രം അവലംബിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി കോടതി പരാമർശിക്കുകയുണ്ടായി. വീട്ടു സമയത്ത് വേടനെതിരെ നിരവധി ലൈംഗിക ആരോപണ പരാതികൾ ഉണ്ടായെന്നും പരാതിക്കാരി പറഞ്ഞു. ആ സമയത്ത് വേടൻ സമൂഹ മാധ്യമങ്ങളിൽ മാപ്പ് അപേക്ഷ നടത്തിയിട്ടുണ്ടല്ലോ എന്നും കോടതി ചോദിക്കുന്ന കാര്യമുണ്ടായി. അപ്പോഴാണ് കോടതി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത്, ഈ ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി മാറുക എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. തെളിവ് പരിഗണിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് കൂടി കോടതി പറഞ്ഞ സാഹചര്യത്തിലാണ് തൽക്കാലം വേടന്റെ അറസ്റ്റ് തൽക്കാലം വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കാര്യം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. നാളെയും വിശദമായിട്ടുള്ള വാദം കേൾക്കും. ആ വാദത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം വരിക. എന്തായാലും വേടനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ്, ഈ പരാമർശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ വേടനെ സംബന്ധിച്ച് കൂടുതൽ കുരുക്കുകൾ മുറുകുന്ന ഒരു രീതിയിലേക്ക് തന്നെയായിരുന്നു പോലീസിന്റെ നീക്കം. വേടൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം വേടനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നതിലൊരു അന്തിമ തീരുമാനം എടുക്കാമെന്നായിരുന്നു അന്വേഷണ സംഘവും കരുതിയിരുന്നത്. കോടതി ഇതിൽ നവമി, നാളെ തന്നെ ഇതിലൊരു അന്തിമ തീർപ്പിലേക്ക് കോടതി എത്തുമെന്നാണോ കരുതുന്നത്? വേടന്റെ അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്? ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് വേടൻ ഉള്ളത്. കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി ഇതിലൊരു തീർപ്പുണ്ടായതിനു ശേഷം നടപടികൾ എന്ന നിലയിലേക്ക് അന്വേഷണ സംഘവും എത്തുകയാണ്. സ്വാഭാവികമായും രേണുക, അങ്ങനെ തന്നെയായിരിക്കും പോലീസിന്റെ നടപടി. കാരണം അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് മറികടന്നുകൊണ്ടൊരു നീക്കത്തിലേക്ക് പോലീസിനും കടക്കാൻ കഴിയില്ല. എന്തായാലും നാളെ വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം, കോടതിയുടെ അന്തിമമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്ന് വലിയൊരു വാദപ്രതിവാദം തന്നെയാണ് കോടതിയിൽ നടന്നത്. അതിൽ പരാതിക്കാരി പ്രധാനമായും പറയുന്നത്, മീറ്റു ആരോപണ സമയത്ത് പോലും ഈ മീറ്റു ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് പോലും വേടന്റെ പേര് വരികയും വേടനെതിരെ അന്ന് സോഷ്യൽ മീഡിയയിൽ മീറ്റു ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് വേടൻ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കോടതി പ്രധാനമായും ചോദിച്ചത്, ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി മാറുക എന്നുള്ളൊരു നിർണായക ചോദ്യം കൂടി കോടതി ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. ഇത് ഈ കേസിൽ മാത്രമല്ല, ഇതിനു മുൻപും പല പരാതികളിലും സമാനമായിട്ടുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തു. വേടന്റെ ഹർജി പരിഗണിക്കുമ്പോഴും കോടതി വീണ്ടും ആവർത്തിച്ച് ആ ചോദ്യം തന്നെ ചോദിച്ചു. ഒപ്പം ഈ പരാതിക്കാരിയുടെ അഭിഭാഷക ഉന്നയിച്ച മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് അടക്കം മറ്റ് 2 പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളിലടക്കം ഇത് വാർത്ത വന്നതാണെന്ന്
കോടതിയോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കോടതി ചോദിച്ചത് അതെങ്ങനെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിനെ പരിഗണിക്കാൻ കഴിയുക, കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണ്ടേ എന്ന കാര്യം കൂടി കോടതി അഭിഭാഷകരോട് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും തൽക്കാലം വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. തൽക്കാലം വേടനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നാളെയും വിശദമായിട്ടുള്ള വാദം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അന്തിമ വിധി ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരുന്നു. വേടന്റെ അറസ്റ്റിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ 2 തവണയും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ അത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തൽക്കാലം വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നത് വേടനെ സംബന്ധിച്ച് ആശ്വാസകരമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകും എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ഗൗരവതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീർപ്പ് നാളെയായിരിക്കും കോടതി പറയുക. അതുവരെ അറസ്റ്റ് തടയുകയും ചെയ്തിരിക്കുന്നു കോടതി. താൽക്കാലിക ആശ്വാസം വേടനെ സംബന്ധിച്ച് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഒന്നിലധികം പരാതികൾ വേടനെതിരെ പീഡന പരാതികൾ ഉയർന്നിരുന്നു എന്നത് കാണണം. മറ്റ് പരാതികൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു സാഹചര്യമാണ് ഇന്ന് പരാതിക്കാരി ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ കോടതി പറഞ്ഞത്.